ഏലിയനായിട്ട് കാണുവാണെന്നില്ല. അതെ അതെ എല്ലാവരും പക്ഷെ മുടിയൊക്കെ വളർന്നിട്ട് ഒരു മറ്റേ ഗോകുല് ഡ്രീം ചെയ്യുന്ന ഏലിയൻ ഉണ്ടല്ലോ അതുപോലെ ആയിട്ടുണ്ട് ഇപ്പോൾ. ഒരു പ്രത്യേകമായിട്ടുള്ള ചെറിയ ഒരു എനിക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു ക്വസ്റ്റ്യനാണ്. ഇതിനകത്തൊരു ലിപ് ലോക്ക് ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഇത് ഇപ്പം ഗോകുലൊന്നും അങ്ങനെ ഒരുവിധം ഇതൊക്കെ ഒരു മടി ഇപ്പോൾ കാണിക്കുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ഇടയ്ക്ക്. അപ്പം ഈ ചെയ്യുന്ന സമയത്ത് ഗോകുൽ എന്നൊരു ആളുണ്ടല്ലോ, ഗോകുൽ സുരേഷ്. അപ്പം ഇത് ചെയ്യുന്ന സമയത്താണെങ്കിലും അല്ലെങ്കിൽ ഇത് നിങ്ങൾ അഭിനയിക്കുന്ന ആ സമയത്താണെങ്കിലും ഇതിനോട് എങ്ങനെയായിരുന്നു ഇതിന് അപ്രോച്ച് ചെയ്യുന്നത്? ഈ ഒരു സംഭവം ഉണ്ടെന്ന് ഡയറക്ടർ നിങ്ങളോട് പറയുമ്പോൾ എങ്ങനെയായിരുന്നു ഇതിനെ കണ്ടിരുന്നത്? വില്ലിങ് ആയി ഗോകുല് പെട്ടെന്ന് തന്നെ വില്ലിങ് ആയത് ഒറ്റ ടേക്കിൽ ഓക്കെ ആയി. അവർ പ്രൊഫഷണൽസ് ആണ് ഫസ്റ്റ് ഓഫ് ഓൾ. ഏറ്റവും വലിയ കാര്യം ഗൂഗിളാണെന്നുണ്ടെങ്കിൽ ഒരു ജനറേഷൻ ഓഫ് ആക്ടേഴ്സ് കണ്ടു വന്നതാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഭയങ്കര മൂവി അങ്ങനത്തെ ആണല്ലോ, നമുക്ക് കൺവെൻഷണൽ ഫോർമാറ്റ് ഫോളോ ചെയ്യുന്നില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു ബോൾഡ് സീൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് പ്രത്യേകിച്ച് ആലോചിക്കേണ്ട കാര്യമില്ല. രണ്ടുപേർക്കും ഒരേ വൈബും മൈൻഡ് സെറ്റും ഒക്കെയാണ്. ഒറ്റ ടേക്കിലൊക്കെ ആയോ? ഒറ്റ ടേക്കിൽ ഓക്കെ ആക്കി സെറ്റാണ്. ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല ഇന്റർവ്യൂ കേട്ടോ ഒറ്റ ടേക്ക്. ഏലിയൻ കഥാപാത്രമായതുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ഏലിയനിൽ നിന്ന് കിസ് ചെയ്യാൻ അങ്ങനെ ഒന്നും അറിയത്തില്ലാത്ത ഒരു സ്പീഷീസ് ആണെന്നുള്ളൂ ചന്തുൻ്റെ ഏരിയ. അപ്പോൾ അവർക്ക് അങ്ങനെ ഒരു ചെറിയ ഡ്രൈവോട് കൂടി ആയിരിക്കും അങ്ങനെയൊക്കെ ആയിരുന്നു സീൻ. അല്ല, നിങ്ങൾ തമ്മിലൊരു ആത്മബന്ധത്തിന് അത് ശരിക്കും മസ്റ്റാണ് ശരിക്കും അല്ലേ? ആ ഒരു നിങ്ങൾ ഗൂഗിളിനകത്ത് നമുക്ക് ഇതിനേക്കാളും ഇഷ്ടമാണ് ശേഷമുള്ളവർ രണ്ടുപേരുടെ എക്സ്പ്രഷൻ. അതിനുശേഷം ഗൂഗിൾ കിളിപോയി ഇതൊന്നും സംഭവിക്കാത്ത പോലെ ഇരിക്കുന്നതാണ് അതിനകത്ത്. ഞങ്ങളുടെ എനിക്ക് ഒരു പ്രീ ജഡ്ജ്മെന്റ് മുറിയിൽ കാണുമ്പോൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ നമുക്ക് ഇത്ര വേണ്ടി നോക്കാനായിട്ട് നമുക്ക് പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതൊക്കെ ചുമ്മാ ഒന്ന് ചെയ്തിട്ട് പോയി. ഫുൾ ടൈം എയറിലായിരുന്നു. കൺട്രോളർ രാത്രി വീട്ടിൽ പോകാനായിട്ട് വണ്ടി വിടാൻ വേണ്ടിയിട്ട് നോക്കി വന്ന് നോക്കിയപ്പോൾ നാട്ടിൽ ഇവിടെ ഞാൻ ചൂണ്ടിക്കാണെങ്കിൽ ഞാൻ അരമണിക്കൂർ ഇട്ട് വരാം, പുള്ളി തിരിച്ചു പോകാൻ. സിനിമ ഒരു ഡിഫറെന്റ് അപ്രോച്ച് അല്ലായിരുന്നു. അപ്പൊ എല്ലാ പ്രേക്ഷകർക്കും കണക്ട് ആവാൻ തോന്നിയില്ല. അങ്ങനെയൊന്നും എനിക്ക് ആദ്യം വലിയ ഐഡിയ ഇല്ലായിരുന്നു. ഇതിപ്പം ആർക്കാണ് കറക്റ്റ് ആവത്തില്ലാന്നൊന്നും എനിക്ക് വലിയ ഐഡിയ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം ഔട്ട് വന്നു കഴിഞ്ഞപ്പോൾ തോന്നി എനിക്ക് തന്നെ ആദ്യം അത്ര പിടി കിട്ടിയില്ല. പിന്നെ സ്വന്തമായിട്ടുള്ള സംസാരത്തിലൂടെയാണ് നമുക്ക് ഇങ്ങനെ ഒരു പോസ്റ്റ് അപ്പോക്കലിപ്റ്റിക് ലോകം അങ്ങനത്തെ ടേംസൊക്കെ ഞാൻ അപ്പോഴാണ് പഠിക്കുന്നത്. അപ്പോൾ ആ സമയത്ത് ഇതുപോലെ ഓക്കെ എങ്ങനെ ആൾക്കാർക്ക് ഓക്കെ മനസ്സിലാവും. പക്ഷെ ഇതിൻ്റെ ഇങ്ങനത്തെ കുറച്ച് ടേംസ് മനസ്സിലായി. സിനിമ മൊത്തത്തിൽ ഞാൻ ഭയങ്കര ടച്ച് ചെയ്തായിരുന്നു. ഒന്ന് അതിൻ്റെ ഒരു ഹ്യൂമർ, പിന്നെ അതിൻ്റെ ഒരു കഥയുടെ ഒരു ട്രാവൽ ഉണ്ടല്ലോ, അതിൽ ഭയങ്കര നമ്മൾ ആ ലോകത്തിൽ നമ്മളതിൽ ഇന്നാവുകയും ഒക്കെ ചെയ്തായിരുന്നു. മോറോൾ ഞാൻ ആദ്യം തൊട്ടേ ആക്ച്വലി ഒരു ഫെസ്റ്റിവൽ കട്ടുണ്ടായിരുന്നു. കുറച്ചുകൂടി വലുതായിരുന്നു. മ്യൂസിക് ഒക്കെ വേറെ രീതിയിലായിരുന്നു. ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു കട്ടാണ്. എനിക്ക് ഇതിനേക്കാളും ഇഷ്ടം നമ്മുടെ ഫെസ്റ്റിവൽ കട്ടാണ്. കാര്യം അതിൻ്റെ മ്യൂസിക് ഒക്കെ ഒരു വേറെ രീതിയിലാണ്. ഇത് കുറച്ച് നമ്മൾ തിയേറ്റേഴ്സിന് വേണ്ടിയുള്ള ഒരു മ്യൂസിക് ഡിസൈനൊക്കെ. പക്ഷെ അത് അങ്ങനെയല്ല, ഭയങ്കര രസമുള്ള പരിപാടിയായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ആദ്യം മുതലേ ഞാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു സിനിമയിൽ. അന്ന് മുതൽ ഞാൻ ഇങ്ങനെ ചന്തു ഇത് നമുക്ക് തിയേറ്റേഴ്സിൽ ഇറക്കണം. ഞാൻ ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല, നമ്മളെ ബെസ്റ്റ് ആക്ടർ മമ്മൂക്ക എടുക്കാൻ മറ്റേ പറയുന്നുണ്ട്. മറ്റേ നമ്മുടെ വിവേക് ബ്രോ ആദ്യം രാംകുമാർ എടുക്കുന്ന ഗുണ്ടായിട്ട് പീഡി കളിച്ചിട്ട് റോള് തരുമെന്നാണ് ചോദിക്കുന്നത്. അതേപോലെ എന്നെ കാണാൻ വരുന്ന എക്സ്പൾസിൽ മറ്റേ വണ്ടിയൊക്കെ ഓടിച്ച് പാലോട്ട് നമ്മൾ രക്ഷ കൂടി ചുമ്മാ അങ്ങനെ എൻ്റെ അടുത്ത് വരുന്നത്. അപ്പോൾ തന്നെ ഞാൻ മറ്റേ സോൾട്ട് അവസ്ഥയാണ്. എല്ലായിടത്തും പറഞ്ഞിട്ടുണ്ട് അന്ന് 2 കാസ്റ്റിംഗ് നടന്ന അതിലെ ബൈക്കിങ് ഞാൻ ഒന്ന് കാസ്റ്റ് ചെയ്തു. ബൈക്ക് കണ്ടത് ബൈക്കൊന്ന് ഷൂട്ടിങ് ഞാൻ പിന്നൊരു 50 ദിവസം കഴിഞ്ഞു പിന്നെ അത് കൊടുത്തത് 12 സൈക്കിളിൽ ഞങ്ങളെ തിരിച്ചു കൊടുത്തത് 12 സൈക്കിൾ തിരിച്ച് ലാരട്ടം കൊണ്ടിരുന്നു. അതിനിടയ്ക്ക് എങ്ങനെ തോന്നാറുണ്ടോ ഞാൻ ഇടുന്ന വസ്ത്രങ്ങളും അല്ലെങ്കിൽ ധരിക്കുന്നതൊക്കെ ശരിക്കും ആൾക്കാരുടെ ഇടയിലേക്ക് വരുന്ന സമയത്ത് ഒരു വേറിട്ട ആൾക്കാർ എന്നെ ശ്രദ്ധിക്കപ്പെടും, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ എന്തെങ്കിലും ചിന്തിച്ചിട്ടാണ് ചെയ്യണത്, അതോ നോർമലി ചെയ്തുമ്പോൾ അങ്ങനെ ആയി പോണതാണോ?
നടത്തിയിട്ടുള്ളൂ. അല്ലെങ്കിൽ സാധാരണ വേഷം കിട്ടില്ല വരുന്നത്, ചുരിദാറും ചിലപ്പോൾ ജീൻസിൻ്റെ പിന്നെ വെറൈറ്റിക്ക് ഒന്ന് ട്രൈ ചെയ്താ കയറിയല്ലോ. ഇതൊന്നും ഇവിടെ നഗരത്തിന്റെ അടുത്ത് പോലും പറ്റില്ല. ഞാൻ കമന്റ്സും മീംസ് ഒക്കെ കണ്ട് എൻജോയ് ചെയ്തു. മറ്റേ ഇന്നലെ നമുക്ക് ലെറ്റർ ബോക്സിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു ലിപ് ലോക്ക് ഇൻ മോളിവുഡ്. വൺ ഓഫ് ദ ബെസ്റ്റ് ലിപ് ലോക്ക് ഇൻ മോളിവുഡ് എന്ന് പറഞ്ഞിട്ട് ലെറ്റർ ബോക്സിൽ കമന്റ് ഇടുന്നു. തള്ളിയതെല്ലാം അത് കിടപ്പുണ്ട്. അല്ല ഞങ്ങൾക്ക് ഇഷ്ടമായി. എനിക്ക് ഇഷ്ടമായി. ഡീപ്പിലൊക്കെ ആ രീതിയിൽ നമുക്ക് സംസാരിക്കാൻ പറ്റുന്ന ഇത്രയും കൂടുതലുണ്ടെങ്കിൽ ഇത് പറയാൻ പറ്റുന്നു. ഷീസ് എ പ്രൊഫഷണൽ. അതുകൊണ്ടാണ് അല്ല അനാർക്കില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് തിരിച്ചുള്ള അപ്രോച്ച് ഞങ്ങൾക്ക് അറിയാം. എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട്. അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ കയറില്ലോ. ആ സ്പേസ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. അനാർക്കില്ല അല്ലെങ്കിൽ ഞങ്ങൾ കേരളത്തിൽ കയറിപ്പോ.